അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്. ചികിത്സയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും വീഴ്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞ് എന്തായാലും അയാൾക്ക് ഇപ്പോൾ തലയ്ക്ക് കുറച്ച് സ്ഥിരത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, മറ്റേ എന്താ നമ്മള് മണിച്ചിത്രത്താഴിലെ ശോഭനയെ പോലെ എന്താ നെഗുലേറ്റാ ഞാനിപ്പോൾ പറഞ്ഞത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ മോദിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്. ഞാൻ മോദി എൻ്റെ സുഹൃത്താണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആ, കഴിഞ്ഞ ദിവസം അന്യനായിരുന്നു, ഇപ്പോൾ അമ്പിയായിട്ട് മാറി. അങ്ങനെ എന്തായാലും ഇയാൾ വന്ന് ഇതുപോലെ തലേദിവസം പറഞ്ഞതൊന്നും ഇയാളല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. മോദി എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഇതുപോലൊരു പ്രധാനമന്ത്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. എന്തായാലും ട്രംപ് നോർമലായി. പക്ഷെ അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ട്രംപിൻ്റെ, അതായത് ഒരുത്തൻ അടങ്ങുമ്പോൾ മറ്റൊരുത്തൻ പൊങ്ങും എന്ന് പറയുന്നില്ല. ട്രംപിൻ്റെ ഒരു വിശ്വസ്തനുണ്ട്, ട്രംപിൻ്റെ സാമ്പത്തിക വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. ട്രംപിൻ്റെ ഒരു ശിങ്കിടിയും കൂടിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇന്ത്യക്കാരെ പൈസ മൊത്തം മോദി കൊണ്ട് ബ്രാഹ്മണർക്ക് വിൽക്കുക, ഇന്ത്യക്കാരുടെ സമ്പത്തും ഇതെല്ലാം കൊണ്ട് ബ്രാഹ്മണർക്ക് കൊടുക്കുകയാണ് മോദി എന്നുള്ള രീതിയിൽ. ഇത് ഏത് ബ്രാഹ്മണനാണെന്ന് അറിയണ്ടേ? പുട്ടിൻ ഭട്ടതിരിയാണോ അതോ ഷീ ജിൻപിങ് ഭട്ടതിരിയാണോ ബ്രാഹ്മണൻ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇന്ന് പുതിയ ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഔട്ട്സോഴ്സിങ്, അതായത് നമ്മുടെ ഇവിടെ IT കമ്പനീസ് ഉണ്ടല്ലോ, കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ഈ IT കമ്പനികൾ പോകുന്നത് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന വർക്കുകൾ വെച്ച് പ്രോജക്റ്റുകൾ വെച്ചിട്ടാണ്. ഇനി അമേരിക്കയിലെ ഒരൊറ്റ കമ്പനിയും ഇന്ത്യയിലേക്ക് ഒരു വർക്കും ഔട്ട്സോഴ്സ് ചെയ്യില്ല. IT കമ്പനികളൊന്നും തന്നെ ഔട്ട്സോഴ്സ് ചെയ്യില്ല. നേരത്തെ തന്നെ H1B വിസ നിരോധനം ഉണ്ട്. അതായത് ഇവിടുത്തെ ഐ ടി ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, IT ജീവനക്കാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, വിസ നിഷേധിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പറയുന്നത് ഈ ഔട്ട്സോഴ്സിങ്ങും കൂടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി അതായത് പണി മൊത്തത്തിൽ ഇന്ത്യക്ക് തരുമെന്നുള്ള രീതിയിൽ ട്രംപ് ഏറ്റുപിടിച്ചിട്ടില്ല ഇത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന, ഇങ്ങനെ ഒരു ഇത് സാധ്യമാണോ? ഔട്ട്സോഴ്സിങ് ഇവിടെ ഇവർക്ക് ഇന്ത്യയിലോട്ട് ചെയ്യേണ്ടി വരുന്നത് തന്നെ സായിപ്പന്മാരും മടിയന്മാരായതുകൊണ്ടല്ലേ? ഇതൊക്കെ എന്ത് ഇതിലാണ് ഇവർ ഇത് പറയുന്നത് സാർ? അപ്പൊ വിജയുടെ ചോദ്യത്തിന് ഉത്തരം വിജയ് തന്നെ ആദ്യം പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏതാണ്ട് നോർമൽ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എല്ലാം വീണ്ടും പഴയ പോലെ തന്നെ പഴയപടി തിരിച്ചു വന്നിരിക്കുന്നു. അസുഖങ്ങളൊക്കെ മാറിയിരിക്കുന്നു. എന്തൊക്കെയോ കേട്ട് കേൾവിയും ജൽപ്പനങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സ ഫലിച്ചു എന്നാണ് തോന്നുന്നത്. ഇന്ത്യ കൊടുത്തിരുന്ന ചികിത്സ, മോദി എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ പിന്നെ ചികിത്സകൻ, മോദി എന്ന് പറയുന്ന ലോക ചികിത്സകൻ കൊടുത്തിരുന്ന ആ ചികിത്സ ഫലിച്ചു. അപ്പൊ അദ്ദേഹം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. മണിച്ചിത്രത്താഴിലെ ശോഭന പറയുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് എന്റെ പേര്. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ശക്തനായ പ്രധാനമന്ത്രിയാണ്. പിന്നെ അദ്ദേഹത്തോടെ കളിക്കാൻ പോകുന്ന അത്ര ശരിയല്ല, പന്തിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ഭീകരനായ എന്റെ ഒരു അടുപ്പക്കാരനാണ് എന്നൊക്കെയുള്ള മട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ രണ്ടാമത്തെ ആൾ ഇളകിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെല്ലാം ശാന്തമാകും, കാര്യങ്ങളൊക്കെ ശാന്തമാകും, തീരുവയൊക്കെ തീരും, പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പൊ അതുകൊണ്ട് വീണ്ടും പഴയതുപോലെ തന്നെ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിൽ തന്നെ വേറൊരു വിദ്വാൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പീറ്റർ നവാരോ എന്നാണ്. വാണിജ്യ സെക്രട്ടറിയാണ്. ഏതാണ്ട് 76 വയസ്സുണ്ട്. ട്രംപുമായിട്ട് ഏതാണ്ട് 3 വയസ്സിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. ട്രംപിന് 79, ഇയാൾക്ക് 76 വയസ്സാണ്. ഇയാളാണ് കൂടെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ട്രംപിനെ പോലെ തന്നെ ചില അസുഖങ്ങൾ ഇയാൾക്കും ഉണ്ടായിരുന്നു. ഇയാളാണ് നേരത്തെ തന്നെ ഒരു വിവാദമായ പ്രസ്താവന ഇറക്കിയിരുന്നു. ബ്രാഹ്മണന്മാര്, റഷ്യൻ എണ്ണ വിറ്റുപിടുത്ത ഇന്ത്യയിലെ ബ്രാഹ്മണന്മാര്, മുകേഷ് അംബാനി എന്ന് പറയുന്ന ബ്രഹ്മശ്രീ മുകേഷ് അംബാനിയും ബ്രഹ്മശ്രീ നരേന്ദ്രമോദിയും ബ്രഹ്മശ്രീ അദാനിയും ഒക്കെ ഇവിടുന്ന് ലാഭം ഉണ്ടാക്കുന്നെന്നും പറഞ്ഞ് പണ്ടൊരു വിവാദമായ പ്രസ്താവന ഇയാൾ നടത്തിയതാണ്. അപ്പൊ അത് അവിടുത്തെ ഒരു സെക്രട്ടറി എന്നുള്ള മട്ടിൽ ആരും അങ്ങനെ വലിയ പരിഗണന കൊടുത്തില്ല, വലിയ പ്രശ്നങ്ങളായിട്ട് വന്നില്ല. കാരണം ട്രംപ് അതിന്റെ മുകളിൽ നിന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനല്ല. ട്രംപ് ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇളകിയെന്ന് തോന്നുന്നു. അതാണ് മുമ്പ് വിജയ് സൂചിപ്പിച്ചത്. ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ കമ്പനികളുടെ IT ഔട്ട്സോഴ്സിംഗ് മുഴുവൻ നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. സോഫ്റ്റ്വെയർ ഒന്നും ഇന്ത്യയിലേക്ക് ഇനിയും വിടത്തില്ല. അതെല്ലാം സായിപ്പിന്റെ കുഞ്ഞുങ്ങൾ ചെയ്തോളും, അവര് ചെയ്തോളാം, ഞങ്ങൾ ചെയ്തോളാം എന്നാണ് പറയുന്നത്. അമേരിക്കൻ അവിടുത്തെ യുവതലമുറ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ നന്നാക്കാൻ വേണ്ടി മാത്രമല്ല ഇതൊക്കെ ഇങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നതെന്നുള്ളത് സാധാരണ ബുദ്ധിയുള്ളവർക്ക് അറിയാം. കാരണം 16-18 മണിക്കൂറൊന്നും കമ്പ്യൂട്ടറിന്റെ ഇതിന്റെ ഒന്നും ചവിട്ടിരുന്ന് ജോലി ചെയ്യാൻ ഒരു അമേരിക്കൻ കുഞ്ഞും തയ്യാറാകത്തില്ല. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് ചെസ് എന്നുള്ളൊരു ഗെയിം പോലും അവർ പറയുന്നത് കൊണ്ടാണ് ഇത് ഇന്ത്യക്കാർക്ക് മാത്രം കളിക്കാൻ പറ്റിയ ഗെയിമാണെന്ന് അവർ പറയുന്നതിന്റെ കാരണം.
നമ്മുടെ കുട്ടികളാണ് 18 മണിക്കൂറും ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നതിന്. അപ്പൊ അങ്ങനൊക്കെ ചില അഭ്യാസങ്ങള് പറഞ്ഞില്ലയോ, ചെറിയ 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 രോഗലക്ഷണങ്ങളൊക്കെ വീണ്ടും ഇയാളെ തീർന്നിട്ടില്ല. പീറ്റർ നവാരോയുടെ രോഗലക്ഷണങ്ങൾ തീർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ട്രംപിന്റെ കാര്യത്തിൽ ഒരു സമാധാനമായി. ട്രംപിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളില് പുള്ളിയുടെ പറഞ്ഞില്ലേ പിന്നെ സണ്ണിക്കുട്ടൻ, നമ്മുടെ സണ്ണിക്കുട്ടൻ എന്ന് പറയാം, നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ സിനിമ ചേർത്ത് പറയുകയാണെങ്കിൽ സണ്ണിക്കുട്ടന്റെ ചികിത്സയില് ട്രംപിന് ഏതാണ്ട് അസുഖമൊക്കെ മാറിയ ലക്ഷണമാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പിച്ചമ്പി എന്തെല്ലാം പിച്ചമ്പിയുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞതുപോലെയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മള് പിന്നെ നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എണ്ണ മേടിക്കുകയാണ്. എണ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യൻ എണ്ണ ഇന്ത്യ ലാഭം ഉണ്ടാക്കുക, ഒരേ കാര്യം തന്നെ 10,000 തവണ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് അതിന് നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞതാണ്. നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞു, രാഷ്ട്രീയക്കാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞതാണ്. എന്നാലും ഞാനാണേ നിർത്തിയ എന്നുള്ളത് ഇങ്ങനെ ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതിനകത്തിലെ സൈക്കോളജിയിലോ ഇതൊക്കെ എന്താ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു വ്യക്തിത്വമാണ് ഇയാൾക്കെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ആരെങ്കിലും ഇങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ആളുകൾ ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമോ? അപ്പൊ എന്തായാലും ചികിത്സ കൊടുക്കണം. ചികിത്സയുടെ സമയമായെന്ന് നമുക്ക് പ്രധാനമന്ത്രിക്ക് ബോധ്യമായെന്ന് തോന്നുന്നു. അപ്പൊ മുമ്പ് വിജയ് സൂചിപ്പിച്ചതുപോലെ ആ സിനിമ തന്നെ നമുക്ക് ഇനി എടുക്കാം. ആ സിനിമ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിലകനോട് ആവശ്യപ്പെട്ടതുപോലെ ഇവരെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില കളങ്ങൾ ഒരുക്കണം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ചില ചായക്കൂട്ടുകളൊക്കെ എനിക്ക് വേണം. ചായക്കൂട്ടുകളും ഒക്കെ ഒരുക്കിയ ശേഷമേ ഇയാളെ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നരേന്ദ്രമോദിക്ക് ബോധ്യമായി. അതിന് ചില കളറും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അതിനാണ് അദ്ദേഹം ആദ്യം തന്നെ ഓരോ രാജ്യങ്ങളെ ഇഞ്ഞെടുത്തു. ആദ്യം ബ്രിട്ടനെ ഇഞ്ഞെടുത്തു. ബ്രിട്ടനുമായിട്ട് നല്ല ബന്ധം. അതേപോലെ തന്നെ നമ്മൾ ഫ്രാൻസിനെ ഇഞ്ഞെടുത്തു. ഇപ്പം റഫേല് വിമാനം നമ്മളിപ്പോ അടുത്ത 5 കൊല്ലത്തേക്കുള്ള വീണ്ടും കരാറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ വരുന്ന റഫേൽ വിമാനം ഫ്രാൻസും അദ്ദേഹം ഇഞ്ഞെടുത്തു. അതേപോലെ അങ്ങനെ യൂറോപ്യൻ യൂണിയനെ എടുത്തു കഴിഞ്ഞു. പിന്നെ കാനഡ എന്ന് പറഞ്ഞൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ജസ്റ്റിൻ ട്രൂഡോ എന്നും പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. ഇയാൾ നമുക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ ഉപയോഗിച്ച് ചില അഭ്യാസങ്ങളും നമ്പറുകളും ഒക്കെ ഇറക്കിക്കൊണ്ടിരുന്നതാണ്. അയാളെയും വളരെ പെട്ടെന്ന് മോദി കൈകാര്യം ചെയ്തു. ഇപ്പൊ ട്രൂഡോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല, വലിയ പ്രസ്താവനകളും ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അതും ചെയ്തെടുത്തു. അതിനുശേഷമാണ് നമ്മൾ ജപ്പാനിലേക്ക് പോയത്. നോക്കുക, കളങ്ങൾ ഒരുക്കുന്നതിന്റെ രീതികൾ നോക്കുക, ഏതെല്ലാം കളറ് പൂക്കൾ കൊണ്ടാണ് മോദി കളങ്ങൾ ഒരുക്കിയത് നോക്കുക. ജപ്പാനെ നമ്മൾ ഇഞ്ഞെടുത്തു. പിന്നെ റഷ്യ നമ്മുടെ പഴയ സുഹൃത്ത് തന്നെയാണ്, നമ്മുടെ കൂടെ ആത്മാർത്ഥം നയിക്കുന്ന സുഹൃത്ത് തന്നെയാണ് റഷ്യ. അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് ഒരിക്കലും അത് പുള്ളി കഴിഞ്ഞ ദിവസം അങ്ങനെയാണല്ലോ പറയുന്നത്. എന്താണ് ഈ ചൈനയെ കുറിച്ച് എന്താണ് പറയുന്നത്, നികൃഷ്ടമെന്നോ എന്തോ അങ്ങനെ എന്തോ ഒരു ജീവി എന്നൊക്കെയാണ്, ആ ജീവി പോലെ രാജ്യം എന്നൊക്കെയാണ് പറയുന്നത്. ചൈനയുമായിട്ട് വരെ കൈ കൊടുത്തു. ഇനിയിപ്പോ കെട്ടിപ്പിടിച്ചില്ല എന്നുള്ള സ്റ്റേജ് വരെ വന്നിട്ടുള്ളൂ. പക്ഷെ ആത്മാർത്ഥമായിട്ട് കൈ കൊടുത്തു. ചൈനീസ് പ്രസിഡന്റുമായിട്ട് കൈ കൊടുത്തു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. സൗഹൃദങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ ഉരുത്തിരിയാൻ പോകുന്നു. അങ്ങനെ ഈ കളറെല്ലാം ഒരുക്കിയ ശേഷമാണ് ഏറ്റവും അവസാനമാണ് റഷ്യൻ പ്രസിഡന്റിനൂടെ കാറിൽ കയറുന്നത്. അത് പറഞ്ഞില്ലേ, ആ സിനിമയായിട്ട് നോക്കുകയാണെങ്കിൽ അവസാനം ആ വാളിഞ്ഞെടുത്തു. നരേന്ദ്രമോദി ആ വാളിഞ്ഞെടുത്തിട്ട് ലൈറ്റ് അണച്ചു വെച്ച് തിരിച്ച് കിടത്തിയേച്ച് വെട്ടി പീസാക്കി, അല്ലേ, കഷണമാക്കി കളഞ്ഞു ട്രംപിനെ. പുള്ളിക്ക് കാര്യങ്ങൾ ബോധ്യമായി. അപ്പൊ അവിടെ ചികിത്സ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്രംപിന് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവം കുഴപ്പമാവും എന്നുള്ള കാര്യത്തില്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന ലക്ഷണത്തിലല്ല. ഈ നവാരോയുടെ പ്രസ്താവനയൊക്കെ നമ്മൾ നല്ല ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് അങ്ങനെയാണ്, ഇത്തരം രോഗികൾ പറഞ്ഞില്ലേ, രോഗാവസ്ഥയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും മാറിയെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഇതിനകത്ത് പറയുന്ന പോലെ മണിച്ചിത്രത്താഴിട്ടാണ് ഇയാളെയൊക്കെ പൂട്ടിയെന്ന് പറഞ്ഞാലും ഏത് സമയത്തും ഇവരിലൊക്കെ ഈ ഇത് കിടപ്പുണ്ടല്ലോ, ഈ ജീനിനകത്ത് ഈ സാധനം കിടക്കുന്നത് കൊണ്ടൊന്നും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല ഇവരെ. അതിന്റെയൊക്കെ പ്രതിഫലനമാണ്. എന്തായാലും ട്രംപ് അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇയാള് തുടങ്ങുകയാണ്. നമ്മൾ പറയാം നവാരോയുടെ പ്രസ്താവന. അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണ കമ്പനികൾ കൊയ്യുന്നെന്നാണ് ഇയാൾ പറയുന്നത്. ബ്രാഹ്മണരായ എണ്ണ കമ്പനികൾ കൊയ്യുന്നതായിട്ട് തെറ്റിദ്ധാരണ ഈ പറഞ്ഞതുപോലെ ആയിരിക്കാം. ഈ ഇവരുടെ വേഷഭൂഷാദികളായിരിക്കാം. ഒരു പക്ഷെങ്കിൽ അനൌദ്യോഗിക ചടങ്ങുകളിൽ നടക്കുന്ന ഈ അംബാനിയുടെ ആണെങ്കിലും കൊള്ളാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയൊക്കെ വേഷഭൂഷാദികളിൽ വരുന്ന സംശയങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രസ്താവന വന്നത്. എന്തായാലും ഔട്ട്സോഴ്സിംഗ് വരികയാണ് ഇപ്പോഴും. ഔട്ട്സോഴ്സിംഗിന്റെ കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെയാണ്. ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. സായിപ്പിന്റെ കുഞ്ഞുങ്ങൾ 18 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ ചവിട്ടിയിരുന്ന് ജോലി ചെയ്യുമോ?
ഇയാളിപ്പോ സിലിക്കൺ വാലി ആണല്ലോ പുള്ളി ഉദ്ദേശിക്കുന്നത്. പണ്ട് ഇവിടെ ഇങ്ങനെ ചില പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ്. നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ഹൈദരാബാദിൽ സിലിക്കൺ വാലി റീപ്രൊഡ്യൂസ് ചെയ്യാം, അതിന്റെ പുതിയ മോഡൽ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിയും മകളും കൂടെ കച്ചവടത്തിനൊക്കെ ഇവിടെ വന്നതാണ്. അന്ന് നടക്കാതെ പോയി. അതിൽ നിന്നുണ്ടായ വിഷമമാണോ? അതുകൊണ്ട് ഞാൻ ആദ്യം പറയേണ്ട ആ വിഷയം, അതുകൊണ്ട് ഈ പറയുന്ന വാണിജ്യ സെക്രട്ടറിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും വരട്ടെ, നമുക്ക് 2-3 ദിവസം കൂടെ കാത്തിരിക്കാം. അതോ അല്ലെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പൂക്കളങ്ങളും കളറും ഒക്കെ ഒരുക്കേണ്ടി വരും. വീണ്ടും കളങ്ങൾ ഒരുക്കിക്കൊണ്ട് ചായക്കൂട്ടും ഒക്കെ ഒരുക്കേണ്ടി വരും. പിന്നെ ഇയാളൊരു നിസ്സാര ജീവിയാണ്. ട്രംപുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാണിജ്യ സെക്രട്ടറി ഒരു നിസ്സാര ജീവിയാണ്. അദ്ദേഹത്തിന് പറഞ്ഞ ഇടത്ത് കൈക്ക് ഒന്നും കൊടുക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.